വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ ഫുഡ് വ്ലോഗ്. കോ ലീപേ എന്ന് പറയുന്ന ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എനിക്ക് വർക്ക് ഫ്രം ഓഫീസ് ആയിരുന്നു. സോ ഓഫീസിലൊക്കെ പോയിട്ട് ടയേർഡായിട്ട് തിരിച്ചു വരുന്ന വഴി വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇന്ന് പുതിയൊരു ക്യുസീൻ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഞാൻ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഇവിടുത്തെ ഇന്റീരിയർ ഒന്ന് നോക്കിയേ, എന്ത് അടിപൊളിയല്ലേ. ഓരോ കോർണറും ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. തെങ്ങ് തൊട്ട് കൊല തൊട്ട് തേങ്ങ തൊട്ട് ഓട്ടോറിക്ഷ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊരു മിഷലിൻ ഗൈഡ് റെസ്റ്റോറൻറ്റും പ്ലസ് ഇവിടെ ഡൈനിങ് കിട്ടണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി റിസർവും ചെയ്യണം. പക്ഷെ ഞങ്ങൾ വന്ന സമയം വലിയ തിരക്കില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്യാൻ പറ്റി. അവരുടെ മെനു നോക്കിയപ്പോൾ ആകെ കൂടെ കൺഫ്യൂഷൻ ആയി. ബിക്കോസ് ഓരോ മെനു ഭയങ്കര പ്രൊമിസിംഗ് ആയിരുന്നു, ഭയങ്കര ടെംപ്റ്റിംഗും ആയിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. ഞങ്ങൾ ആകെ 2 പേരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു സീ ഫുഡ് പ്ലാറ്റർ, അത് അവിടുത്തെ ഷെഫ് സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ ഓൾസോ ഈ പട്ടായി പോലത്തെ ഒരു ഐറ്റവും പിന്നെ ഒരു ഡെസേർട്ടും ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ ഒരു സീ ഫുഡ് പ്ലാറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റിർ ഫ്രൈഡ് സ്മോക്ക്ഡ് ചില്ലി പ്ലാറ്റർ ആണ്. ഇതിനകത്ത് ഒരു സീ ഫുഡിൻ്റെ ഒരു ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് ഷ്രിമ്പ്, മസിൽസ്, സ്ക്വിഡ്, ക്ലാം, ബേസിൽ, പിന്നെ ആ ഒരു ഗ്രേവി കണ്ടോ, അത് ആണെങ്കിൽ നമ്മുടെ ഒരു മീൻകറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും പ്രോപ്പർ മീൻകറി അല്ല ഞാൻ പറയണത്, ബട്ട് ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വേണം അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസും പൈനാപ്പിൾ ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ മെനു കണ്ടിട്ട് എനിക്ക് എല്ലാം ഓർഡർ ചെയ്ത് ഇങ്ങനെ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എനിവേസ് ഞങ്ങൾ വാങ്ങിച്ച 2 മെയിൻ ഡിഷ് പോലും ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങൾ പിന്നെ ടേക്ക് ഔട്ട് എടുത്തു. പിന്നെ മീറ്റ് മിസ്റ്റർ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മൂപ്പരാണ് കേട്ടോ ഇവിടുത്തെ ക്ലീനിങ് വർക്ക് എല്ലാം ചെയ്യാറ്. പിന്നെ പുള്ളി നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണിറക്കി ചിരിച്ചൊക്കെ കാണിക്കും. ഭയങ്കര ക്യൂട്ടായിരുന്നു. ബില്ലും ഒക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. ബിക്കോസ് വയറില്ലാഞ്ഞതുകൊണ്ട് ടേക്ക് ഔട്ട് എടുക്കേണ്ടി വന്നു. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോക്കനട്ട് ഐസ്ക്രീം ആണ്. ഇത് ഭയങ്കര സ്വീറ്റ് അല്ലായിരുന്നു, പക്ഷെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ ഈ ഒരു ക്രംബിൾ ടോപ്പിംഗ് വാസ് ഓൾസോ ടു ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.